IPL ചരിത്രത്തിലെ പുതിയൊരു സുനാമിക്ക് ഇന്നലെ ഡൽഹി സാക്ഷ്യം വഹിച്ചു. 5 തവണ കിരീടം ചൂടിയ മുംബൈ ഇന്ത്യൻസ് എന്ന വൻമരത്തെ വെറും 6 വിക്കറ്റിന് കടപുഴകിയെറിഞ്ഞ് ഡൽഹി ക്യാപിറ്റൽസിന്റെ സിംഹഗർജനം. സൂര്യകുമാർ യാദവ് നയിച്ച മുംബൈ പടയെ അക്ഷർ പട്ടേലിന്റെ ചാണക്യതന്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് പൂട്ടിക്കെട്ടിയത്. പക്ഷേ ഇന്നലത്തെ വൈകുന്നേരത്തെ ആവേശക്കടലിൽ ആരെയും അമ്പരപ്പിച്ചത് മുംബൈയോ ഡൽഹിയോ അല്ല, അത് സമീർ റിസ്വി എന്ന ഒരൊറ്റ പേരായിരുന്നു. വെറും 51 പന്തിൽ 90 റൺസ് അടിച്ച ഓരോ സിക്സറുകളും മുംബൈയുടെ നെഞ്ചിലേക്കായിരുന്നു. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ IPL സീസണിലെ ഏറ്റവും ആവേശകരമായ ഒരു പോരാട്ടത്തിനാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. അപരാജിതരുടെ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മത്സരത്തിൽ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ 6 വിക്കറ്റിന് തകർത്തെറിഞ്ഞ് ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. തുടർച്ചയായ രണ്ടാം ജയത്തോടെ പോയിന്റ് പട്ടികയിൽ തലപ്പത്തേക്ക് കയറിയ അക്ഷർ പട്ടേലിന്റെ ടീം എതിരാളികൾക്കു ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ടോസ് നേടിയ ഡൽഹി നായകൻ അക്ഷർ പട്ടേൽ ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മുംബൈ നിരയിൽ അപ്രതീക്ഷിത മാറ്റങ്ങളാണ് ആരാധകർ കണ്ടത്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ അസുഖം കാരണം വിട്ടുനിന്നപ്പോൾ സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിച്ചത്. ഹാർദിക്കിന്റെ അഭാവത്തിൽ ടീമിനെ നയിക്കാനെത്തിയ സൂര്യകുമാർ യാദവ് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെ 162 റൺസിന് ഭേദപ്പെട്ട ടോട്ടൽ വരെ എത്തിച്ചത്. 36 ബോളിൽ നിന്നും 3 ഫോറുകളും 2 സിക്സറുമടക്കം 51 റൺസുമായാണ് അദ്ദേഹം ടീമിന്റെ അമരക്കാരനായി മാറിയത്. ഓപ്പണർ രോഹിത് ശർമ്മ 35 റൺസും നമാൻധീർ 28 റൺസും നേടി ടീം ടോട്ടലിലേക്ക് നിർണായക സംഭാവനകൾ നൽകി. എന്നാൽ മുംബൈ ഇന്നിംഗ്സിൽ 3-ാം വിക്കറ്റിൽ രോഹിത് സൂര്യ സഖ്യം പടുത്തുയർത്തിയ 53 റൺസിന്റെ കൂട്ടുകെട്ടൊഴിച്ചാൽ മറ്റൊരു വലിയ പാർട്ണർഷിപ്പുമുണ്ടാക്കാൻ മുംബൈക്ക് സാധിച്ചില്ല. 2 വിക്കറ്റുകളെടുത്ത പേസർ മുകേഷ് കുമാറാണ് ഡൽഹി ബൌളിംഗ് നിരയിൽ മികച്ചു നിന്നത്. മുംബൈ നിരയിൽ വലിയ മാറ്റങ്ങളാണ് ഈ മത്സരത്തിൽ കണ്ടത്. ട്രെന്റ് ബോൾട്ട്, അല്ല ഗസൻഫർ എന്നിവർക്ക് പകരം സൗത്ത് ആഫ്രിക്കയുടെ കാർബിൻ ബോഷ്, ന്യൂസിലാൻഡ് ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ മിച്ചൽ സാന്റ്നർ എന്നിവരെയും മുംബൈ കളിപ്പിച്ചു. ഹാർദിക്കിന്റെ പകരക്കാരനായി സീം ബൌളിംഗ് ഓൾറൗണ്ടർ ദീപക് ചാഹറാണ് ടീമിലെത്തിയത്. 163 റൺസെന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്ക് തുടക്കം അത്ര ശുഭകരമായിരുന്നില്ല. സ്കോർ ബോർഡിൽ വെറും 7 റൺസ് മാത്രമുള്ളപ്പോൾ തന്നെ 2 വിക്കറ്റുകൾ DCക്ക് നഷ്ടമായി. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇംപാക്ട് പ്ലെയറായി സമീർ റിസ്വി ക്രീസിലെത്തുന്നത്. ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള ആദ്യ കളിയിലെ ഹീറോ സമീർ റിസ്വി ഇവിടെയും വീരനായകനായി മാറുകയായിരുന്നു. വെറും 51 ബോളിൽ നിന്നും 7 വീതം ഫോറുകളും സിക്സറുകളും അടക്കം 90 റൺസെന്ന സ്ഫോടനാത്മക ഇന്നിംഗ്സാണ് റിസ്വി കാഴ്ചവെച്ചത്. സെഞ്ചുറിക്ക് വെറും 10 റൺസ് മാത്രം അകലെ അദ്ദേഹം പുറത്തായെങ്കിലും ഡൽഹി അപ്പോഴേക്കും വിജയത്തിന്റെ പടിവാതിൽക്കലെത്തിയിരുന്നു. 4-ാം വിക്കറ്റിൽ ഡേവിഡ് മില്ലർക്കൊപ്പം വെറും 39 ബോളിൽ നിന്നും 78 റൺസിന്റെ വമ്പൻ കൂട്ടുകെട്ട് റിസ്വി പടുത്തുയർത്തി. ഇതാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ വിജയത്തിന് കൃത്യമായ അടിത്തറയിട്ടത്. ഇതിനു മുൻപായി ഓപ്പണർ പദം നിസ്സംഗ നേടിയ 44 റൺസിനൊപ്പം 66 റൺസിന്റെ കൂട്ടുകെട്ടും റിസ്വി പടുത്തുയർത്തിയിരുന്നു. ഡൽഹിയെ മത്സരത്തിലേക്ക് ശക്തമായി തിരികെ കൊണ്ടുവന്നത് ഈ ജോഡിയാണ്. 18.1 ഓവറിൽ തന്നെ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി തങ്ങളുടെ വിജയം കൈക്കലാക്കി. ഡേവിഡ് മില്ലർ 21 റൺസുമായി പുറത്താവാതെ നിന്നു. നേരത്തെ ആദ്യ കളിയിൽ മിന്നുന്ന ജയമാണ് ഡൽഹിയും മുംബൈയും സ്വന്തമാക്കിയിരുന്നത്. ഋഷഭ് പന്തിന്റെ ലക്നൌ സൂപ്പർ ജയൻസിനെ അവരുടെ ഗ്രൗണ്ടായ ഏകാന സ്റ്റേഡിയത്തിലാണ് ഡൽഹി കെട്ടുകെട്ടിച്ചത്. മറിച്ച് മുംബൈയുടെ ജയം ഹോം ഗ്രൗണ്ടായ വാങ്കഡയിലായിരുന്നു. 3 തവണ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ് വമ്പൻ റൺചേസിൽ മുംബൈ വീഴ്ത്തിയത്. എന്നാൽ ഡൽഹിയിൽ നടന്ന ഈ മത്സരത്തിൽ അക്ഷർ പട്ടേലിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ മുംബൈക്ക് കാലിടറുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലെ അതേ 11 തന്നെ നിലനിർത്തിയാണ് ഡൽഹി ഇറങ്ങിയത്. ഇന്നലത്തെ ആ മുംബൈ ഡൽഹി പൂരപ്പറമ്പ് നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് വെറും 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന്റെ ഈ തകർച്ചയ്ക്ക് കാരണം ഹാർദിക് പാണ്ഡ്യയുടെ അഭാവമാണോ? സൂര്യകുമാർ യാദവ് എന്ന നായകന് എവിടെയാണ് പിഴച്ചത്? രണ്ടാമത്തെ ചോദ്യം, 51 പന്തിൽ 90 റൺസ് സമീർ റിസ്വി എന്ന ഈ 21-കാരൻ IPLലെ അടുത്ത സൂപ്പർ സ്റ്റാറാണോ? അതോ ഇതൊരു ഒറ്റപ്പെട്ട പ്രകടനം മാത്രമാണോ? മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം, അക്ഷർ പട്ടേലിന്റെ ഈ ചാണക്യതന്ത്രങ്ങൾ ഡൽഹിക്ക് അവരുടെ കന്നി കിരീടം നേടിക്കൊടുക്കുമോ? അതോ മുംബൈ ഈ ആഘാതത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ തിരിച്ചുവരുമോ? നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പടക്കപ്പൊട്ടുന്നത് പോലെ വരണം. ഇതുപോലെയുള്ള തകർപ്പൻ വിശകലനങ്ങളും വൈറൽ ക്രിക്കറ്റ് വാർത്തകളും മിസ് ചെയ്യാതിരിക്കാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.